2025 മേടം, ഇടവം, മിഥുനമാസങ്ങളിൽ ജനിച്ച തിരുവോണം നക്ഷത്രക്കാർക്ക്. നക്ഷത്രം തിരുവോണമാണ്. ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാനുവരി 10 ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള കാലണ്ടർ എടുത്തിട്ട് ജാനുവരി 10 മലയാള മാസം എന്താണെന്ന് നോക്കിയാൽ മതി. ഇനി മേടമാസം ജനിച്ച തിരുവോണ നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. അവർക്ക് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പള്ളികളിൽ എളുപ്പത്തിൽ കിട്ടും, കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും. എന്തെങ്കിലും പണം കിട്ടാനുണ്ട് എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കും മക്കൾക്കും എല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട്. ജാനുവരി മാസം പ്രത്യേകിച്ച് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ നല്ല മാസമാണ്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ജാനുവരി മാസം പ്രത്യേകമായിട്ട് നല്ലതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ജാനുവരി, മാർച്ച് മാസങ്ങളിൽ ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടാകും. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ ഒന്നും നോക്കിക്കോളണം. ഏപ്രിൽ, മെയ് മാസങ്ങൾ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. വ്യക്തിപരമായിട്ട് മോശമല്ല. മക്കളും സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. മനസ്സമാധാനമുള്ളൊരു മാസമാണ്. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ല മാസങ്ങളാണ്. പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം, ആരെങ്കിലും പറ്റിക്കാനും ചതിയപ്പെടാനുള്ള സാധ്യതയുണ്ട്. വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല. മെയ് മാസം വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം അല്ല. ജൂൺ മാസം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. പക്ഷേ ട്രാൻസ്ഫറെല്ലാം ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ ആരെങ്കിലും പറ്റിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അതെല്ലാം ശ്രദ്ധിക്കണം. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. മാതാവിനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും ഒന്നും അത്ര നല്ല മാസമായിട്ട് തോന്നുന്നില്ല. പക്ഷെ മനസമാധാനക്കുറവെല്ലാം ഉണ്ടാക്കുന്ന ഒരു മാസമാണ് ജൂൺ മാസം. ജൂലൈ മാസം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഉല്ലാസയാത്രകൾ പോകാൻ നല്ലതാണ്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ദൂരയാത്രകൾക്ക് അവസരം, കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിന് നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. പക്ഷേ മാതാവും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിന് ചെറിയ തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. എല്ലാ കാര്യത്തിനും ഉത്സാഹം തോന്നുമെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും ചതിയിൽപ്പെടുത്താനെല്ലാം നോക്കാം. വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും തലയിടരുത്. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിനെല്ലാം തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതല്ല. ഓഗസ്റ്റ് മാസം ദാമ്പത്യപരമായ കാര്യങ്ങൾക്കെല്ലാം മോശമായിട്ട് കാണുന്നുണ്ട്. വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട്. സെപ്റ്റംബർ മാസം കേസ് വഴക്കിനൊന്നും പോകരുത്. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം സെപ്റ്റംബർ മാസം കാണുന്നുണ്ട്. ഒക്ടോബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണെങ്കിലും വീട് നിർമ്മാണം പോലെയുള്ളതിനൊന്നും പറ്റിയതല്ല. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. ട്രാൻസ്ഫർ ഉണ്ടായേക്കാം. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ബാധ്യ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. നവംബർ, ഡിസംബർ മാസങ്ങൾ
പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്ക് നല്ലതായിട്ട് കാണുന്നു. ജോലി കിട്ടാൻ, പ്രൊമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണെങ്കിലും ട്രാൻസ്ഫർ ചിലപ്പോൾ ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. വീട് നിർമ്മാണത്തിനെല്ലാം തടസ്സങ്ങൾ. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാൻ പറ്റിയ മാസം അല്ല. ഇനി ഇടവമാസം ജനിച്ച തിരുവോണം നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. അവർക്ക് ജാനുവരി, ഫെബ്രുവരി മാസങ്ങൾ ജോലി കിട്ടാൻ, പ്രൊമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. മനസ്സമാധാനമുള്ളൊരു മാസമാണ്. പക്ഷേ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. ജാനുവരി മാസം ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ ജോലി കിട്ടാൻ, പ്രൊമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എല്ലാം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കും നല്ലതാണ്. വ്യക്തിപരമായ, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. മനസ്സമാധാനമുള്ളൊരു മാസമാണെങ്കിലും മാർച്ച് മാസം കുടുംബപരമായിട്ട്, സാമ്പത്തികപരമായിട്ട്, കുടുംബപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും അത്ര നല്ലതല്ല. ഏപ്രിൽ മാസം ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. മെയ്, ജൂൺ മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. വ്യക്തിപരമായിട്ടും കുഴപ്പമില്ല. സഹോദരങ്ങൾക്കും നല്ലതാണ്. പക്ഷേ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിനെല്ലാം ചെറിയ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. ചെറിയൊരു മനസമാധാനക്കുറവും കാണുന്നുണ്ട്. ജൂലൈ മാസം ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണ്. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ള നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. പക്ഷേ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിനെല്ലാം ചെറിയ തടസ്സങ്ങൾ കാണുന്നുണ്ട്. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണ്. കുടുംബപരമായ, സാമ്പത്തികപരമായിട്ടെല്ലാം നല്ലതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഓഗസ്റ്റ് മാസം ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട്. സെപ്റ്റംബർ മാസം മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. സെപ്റ്റംബറിൽ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. ഒക്ടോബർ മാസം ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കും നല്ലതാണ്. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം. മനസ്സമാധാനക്കുറവ്, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട്. നവംബർ മാസം ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നുണ്ട്, കണ്ടെത്തും. പക്ഷേ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം അല്ല.
ഡിസംബർ മാസം ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്ക് നല്ലതാണെങ്കിലും പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ശത്രുത, തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം അല്ല. ഇനി മിഥുനമാസം ജനിച്ച തിരുവോണം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. ജാനുവരി മാസം പൊതുവെ ദാമ്പത്യപരമായിട്ട് നല്ലതാണ്, വിവാഹമെല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും, മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. പക്ഷേ പിതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കാണുന്നുണ്ട്, ട്രാൻസ്ഫർ ഉണ്ടാകാം, ആരെങ്കിലും പറ്റിക്കോ ചതിയിൽപ്പെടുകയോ, കുടുംബപരമായിട്ട് അത്ര നല്ല, വിദ്യാഭ്യാസപരമായിട്ടും അത്ര നല്ല മാസമല്ല. ഫെബ്രുവരി മാസം മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, മനസ്സമാധാനമുള്ള ഒരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം, ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം മാർച്ച് മാസം കാണുന്നുണ്ട്. മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം, അനാവശ്യ പണച്ചെലവുകൾ നിയന്ത്രിക്കണം, ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. മെയ് ജൂൺ മാസങ്ങൾ ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്ക് നല്ലതാണെങ്കിലും വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ കാണുന്നുണ്ട്. കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതല്ല. മെയ് മാസം ചിലപ്പോൾ ട്രാൻസ്ഫർ നല്ല സാധ്യത കാണുന്നുണ്ട്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടെല്ലാം നല്ലതാണെങ്കിലും വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ, കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ല മാസങ്ങളല്ല. പക്ഷേ ജൂലൈ മാസം കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും, ആരോഗ്യപരമായിട്ട് നല്ലതാണ്, ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള നല്ലതാണ്, മത്സര പരീക്ഷകളിലെല്ലാം ജയിക്കും ജൂലൈ മാസം. ഓഗസ്റ്റ് മാസം ദാമ്പത്യ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്, വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നുണ്ട്. സെപ്റ്റംബർ മാസം ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ്, സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. ഒക്ടോബർ നവംബർ മാസം ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ്, സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിലും വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിലെല്ലാം തടസ്സങ്ങൾ, കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതല്ല. ഒക്ടോബർ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം മോശം, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കാണുമ്പോൾ നവംബർ മാസം കേസ് വഴക്കിനൊന്നും പോകരുത്. ഡിസംബർ മാസം ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ്, ദാമ്പത്യപരമായിട്ട് നല്ലതാണ്, വിവാഹം അന്വേഷിക്കുന്നതിൻ്റെ കണ്ടെത്തും, ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്ക് നല്ലതാണെങ്കിലും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. വീട് നിർമ്മാണത്തിനാലും ചെറിയ തടസ്സങ്ങൾ, വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വിദ്യാഭ്യാസപരമായിട്ടും കുടുംബപരമായിട്ടും അത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല.